ഹായ് കൂട്ടുകാരെ, പതിവ് പോലെ ഇന്നും ഞാൻ ഒരു ചെറിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴേ ഇന്ന് ചക്ക കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തങ്ങ് വേവിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി അരയ്ക്കാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പം മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണ്. അതിനുശേഷം ഒരു കുക്കറിലാണ് ഇന്ന് വേവിക്കുന്നത്. ചരുവത്തിലോ കലത്തിലോ ചട്ടിയിലോ മൺകലത്തിലോ എന്ന് വേണ്ട ഏത് പാത്രത്തിലും വേവിച്ചാലും വേവിച്ച് കിട്ടും. അപ്പോഴേ ഞാൻ ഇവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ആ കുക്കറിലോട്ട് വാരിക്കോരി ഇടുകയാണ്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പോടിട്ട് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കും. ഒരു സീറ്റി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ വാങ്ങി വെച്ച് ഇളക്കും. അപ്പോഴേ പിന്നെ ഞാൻ തയ്യാറാക്കുന്നത് മീൻ കറിയാണ്. മീൻ കറിക്ക് വേണ്ടി മീൻ കഷ്ണങ്ങൾ എടുത്ത് ഉപ്പിട്ട് കഴുകി നല്ല വൃത്തിയാക്കി കഴുകി ഞാൻ എടുക്കുകയാണ്. ഒരു 5-6 പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ മസാലകളെല്ലാം കൂടെ ചേർത്ത് ഞാൻ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം അടുപ്പ് കത്തിച്ച് ഒരു മീൻ ചട്ടി അടുപ്പേ വെച്ചു. അപ്പോഴേ മൺചട്ടിയിലാണ് ഞാൻ കറി വയ്ക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നറിയാം, എങ്കിലും ഞാൻ എൻ്റേതായ കാര്യമാണ് പറയുന്നത്. അപ്പോഴതില്ലാത്ത കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോഴേ കടുകിട്ട് കൊടുത്തു. അതിനോടൊപ്പം കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തു. ഇത് രണ്ടും കൂടെ പൊട്ടിയ ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോഴേ മുളക് പൊടി ഞാൻ 2 സൈസിലുള്ളത് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഞാൻ 3 സ്പൂൺ എടുത്തപ്പോൾ സാധാരണ മുളക് പൊടി 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. സ്പൂണെന്ന് പറഞ്ഞാൽ ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോഴേ ഈ മസാലകളിട്ട് നന്നായി വഴറ്റിയ ശേഷം വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു. പിന്നെ കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളിയും ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ സ്വല്പം കായപ്പൊടിയും ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി തിളച്ചപ്പോഴേ ആ മീൻ കഷ്ണം കൂടെ ഞാൻ പറക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ പുളി ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല പുളിയാണ് ഇതിന്. അപ്പോഴേ ഇത് ഇട്ടൊന്നുകൂടെ തിളച്ച ശേഷം ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളയ്ക്കണ്ട ഇനി. അപ്പോഴേ മീൻ ഇട്ട് കൊടുത്താൽ മതി. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണിത്. മീൻ കടയിൽ നിന്ന് എങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയോ അതേമാതിരിയാണ്. ഞാൻ പിന്നെ കട്ട് ചെയ്യാനൊന്നും പോയില്ല, എനിക്ക് ടൈമില്ല കട്ട് ചെയ്യാനൊന്നും. അപ്പോഴേ അതേമാതിരി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും മീനേ ഉള്ളൂ, 1/2 കിലോ മീനാണിത്. ചെറുതായിട്ടൊന്ന് ഈ അരപ്പിലേക്ക് താത്ത് കൊടുക്കാം. ഇവിടം കൊണ്ട് നമ്മുടെ 1ാം സ്റ്റെപ്പ് പൂർത്തിയായി. അതായത് എൻ്റെ 1ാം സ്റ്റെപ്പ് കറിയുടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി 2ാം സ്റ്റെപ്പ് സ്വല്പം കായപ്പൊടിയൂടെ എനിക്ക് ഇടണം ഇതിൻ്റെ അകത്തോട്ട്. ഇത് കായപ്പൊടിയാണ്. ഇനിയും കറിവേപ്പില ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഞാൻ മറന്നുപോയി.
അപ്പോഴിതിനി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേ ചക്ക വെന്ത് ഇവിടെ വെച്ചിരുന്നു. പക്ഷേ ആവി പോകാനായിട്ടാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്. അപ്പോഴിതൊന്ന് ഇളക്കി കുഴച്ചെടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി കുഴച്ചെടുക്കുക. എന്നിട്ട് ഇന്ന് ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട്, മീൻകറിയും കൂട്ടി കഴിക്കും. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നന്നായി ചക്ക ഇളക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും കുഴഞ്ഞാൽ മതി. അധികം ഇപ്പം വെള്ളമയം പിടിച്ചതായതുകൊണ്ട് സ്വല്പം കുഴഞ്ഞു പോകും. എന്നാലും ഞാൻ ഈ പരുവാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്വല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് വാങ്ങി വയ്ക്കാം. അപ്പോഴേ ഇവിടെ എനിക്ക് കുറച്ച് ചാറ് വേണം, അതായത് ഗ്രേവി. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രേവി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചാറ് വേണം. അതുകൊണ്ട് ഞാൻ വാങ്ങി വയ്ക്കുകയാണ്. ഇരുന്ന് പറ്റിക്കോളും. അപ്പോഴേ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് വാങ്ങി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോഴേ കഞ്ഞിയുടെ വെള്ളമൊക്കെ നന്നായി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അരിയിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു തേങ്ങാക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ലൗക്കി, അതായത് ചുരയ്ക്ക എന്ന് പറയും. പിന്നെ മത്തങ്ങ, വഴുതനങ്ങ, തക്കാളിപ്പഴം എല്ലാം ഇരുന്ന് അഴുക്കാകാൻ തുടങ്ങുന്നു. ഇപ്പം അഴുക്കായ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞു. എങ്ങനെ അങ്ങ് എടുത്തെറിയാൻ പറ്റത്തില്ലല്ലോ, നമ്മളാ ധനികരൊന്നും അല്ലല്ലോ. അപ്പോഴേ ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോഴേ ഞാനിങ്ങനെയൊക്കെയാണ് കറിയൊക്കെ തയ്യാറാക്കുന്നത്. ആദ്യമേ ആരെയും ദൈവം ഇങ്ങോട്ട് ഇറക്കി പഠിപ്പിച്ചതല്ലല്ലോ ഇന്നതൊക്കെ വെച്ച് നിങ്ങൾ കറി കൂട്ടണമെന്നൊക്കെ. അപ്പോഴേ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇട്ട് കറിയുള്ള ഉണ്ടാക്കുകയാണ് എല്ലാവരും പതിവ്. അതുപോലെ തന്നെ ഞാനും ഇവിടെ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുകയാണ്. തേങ്ങ അരച്ച് ഒഴിച്ച് കറി വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴേ ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോഴേ പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചു. കൂടെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അടച്ച് വയ്ക്കാം വേഗട്ടിരുന്ന്. അപ്പോഴേ തോരൻ വെക്കാനായിട്ട് കുറച്ച് ബീൻസ്, പച്ചമുളക്, ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത് തികയത്തില്ല. അതിനായിട്ട് ഞാൻ കുറച്ച് വഴുതനങ്ങ കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് തോരൻ വെക്കാനായിട്ട് ആണ് ഇന്നത്തെ തീരുമാനം. കൂടെ ഞാൻ കുറച്ച് തേങ്ങയൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് നമുക്ക് ഈ തോരനൊന്ന് തയ്യാറാക്കാം. അപ്പോഴേ ഞാനിവിടെ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ്, സവാള, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം കുറച്ചൊന്ന് വഴഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, നമ്മളല്ല ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ ഇതിൻ്റെ അകത്ത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നതായിരിക്കും. ഇത് കിടന്നൊന്ന് വഴലിട്ട് അപ്പോഴത്തേന് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ കൊണ്ടുവന്ന് ഇടാം. കറിവേപ്പില ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇതൊന്ന് എല്ലാം ഒന്ന് ഇളക്കി ശേഷം ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളത്തിലിട്ടിരിക്കുന്ന വഴുതനങ്ങയുടെ വാരി ഇടാം. നെറ്റിപ്പിഴുത് വാരി അങ്ങോട്ടിടാം. ഇപ്പോൾ തോരനൊക്കെ ഇവിടെ പറ്റാറായിട്ടുണ്ട്. ഉണ്ടോ തോരൻ നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല, കാരണം വഴുതനങ്ങ ഇട്ടുണ്ട്. എനിക്ക് മഞ്ഞപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല. കാരണം ഇതിൻ്റെ അകത്ത് കാരമെന്ന് പറയുന്ന ആ വസ്തു മഞ്ഞപ്പൊടി ഇടുന്ന ഉടനെ ഇറങ്ങി വരും. അപ്പോൾ തേങ്ങ കഴുന്ന് കിടപ്പുണ്ട്, അത് ഞാൻ തിന്നോളാം. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ഒന്നുകൂടെ ഒന്ന് പറ്റിയാൽ മതി. ഇപ്പം ഒന്ന് നിരത്തിയിട്ട് കൊടുത്താൽ മതി, പറ്റിക്കോളും. അടുത്തതിനും കറിക്ക് അരയ്ക്കാൻ പോവുകയാണ്. അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് അരച്ചെടുക്കാം. 2 ചുമന്നുള്ളി കൂടി ഞാൻ എടുത്തുകൊണ്ട് വരാം. അപ്പോഴേ ഇവിടെ അരപ്പൊക്കെ ഞാൻ തയ്യാറാക്കി കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടു വറുത്ത് എടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേ കറിക്ക് കടുവൊക്കെ വറുത്ത് നമ്മളിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ കൊണ്ട് ഇത് നിർത്തുന്നു. ഇപ്പോഴേ കണ്ടാർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ.
കൂടുതലായിട്ട് എനിക്ക് ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്നൊന്നും പറയാൻ ഇല്ല. ഞാൻ ഇനിയത്തെ വീഡിയോ തൊട്ട് ഞാൻ പറയുന്നുമില്ല. നിങ്ങൾക്ക് മനസ്സ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിർബന്ധിക്കുന്നില്ല കേട്ടോ. അപ്പോഴേ ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള എൻ്റെ ജോലികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഇവിടം കൊണ്ട് അടുക്കളയിലെ ജോലി തീർന്നു, പുറത്തുള്ള പണികളൊക്കെ ധാരാളം ഉണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതുപോലൊക്കെയുള്ള വീഡിയോകളാണ് തുടർന്നും വരുന്നത്. തുടർന്നും ഇത്രയേ ഉള്ളൂ എനിക്ക് ഇടാനും കാണിക്കാനും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. അടുത്ത വീഡിയോയും ഇത് തന്നെ. ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നും എനിക്കില്ല. അപ്പം കാണുന്നവർ കാണാൻ എൻ്റെ ഒരു മനസ്സന്തോഷത്തിനും എൻ്റെ മനസ്സുഖത്തിനും വേണ്ടി ഞാനിവിടെ വീഡിയോ ഇടുന്നു. ബൈ, താങ്ക് യു.